1971 ഈ സംഭവം നടക്കുന്നത്. സ്പെയിനിലെ ആൻഡലൂസിയയിലെ ബെൽമെസ് എന്ന ഗ്രാമത്തിൽ മെരിയ ഗോമസ് എന്ന സ്ത്രീക്ക് തന്റെ വീടിന്റെ തറയിൽ മനുഷ്യന്റെ മുഖം പോലെ തോന്നിക്കുന്ന ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെടുവാൻ ആരംഭിച്ചു. ദിവസങ്ങൾ പോകും തോറും ആ ചിത്രങ്ങൾ മാറി മാറി വരുവാൻ തുടങ്ങി. അവർ തറയിൽ പതിഞ്ഞ ചിത്രങ്ങൾ മായ്ച്ചു കളയുവാൻ ശ്രമിച്ചെങ്കിലും ചിത്രങ്ങൾ തുടരെ തുടരെ വീണ്ടും വരുവാൻ ആരംഭിച്ചു. സഹികെട്ട അവരുടെ ഭർത്താവ് വീടിന്റെ തറ പൊളിച്ച് വീണ്ടും കോൺക്രീറ്റ് ചെയ്തു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ചിത്രങ്ങൾ പതിയുവാൻ തുടങ്ങി. ഈ പ്രതിഭാസത്തെക്കുറിച്ച് ബെൽമിസ് ഗ്രാമം മുഴുവൻ കാട്ടുതീ പോലെ പടർന്നു. അതേ തുടർന്ന് നിരവധി അന്വേഷണങ്ങൾ നടക്കുകയുണ്ടായി. എന്നാൽ നടത്തിയ അന്വേഷണങ്ങളിലൊന്നും പെയിന്റിന്റെയോ ബ്ലീച്ചിന്റെയോ സാന്നിധ്യം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പിന്നീട് വീടിന്റെ തറ പൊളിച്ചുകൊണ്ട് ഗവേഷകർ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നും നിരവധി മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. 1800കളിൽ ആ വീട് നിർമ്മിക്കുന്ന സ്ഥലവും അതിനോട് ചുറ്റുമുള്ള പ്രദേശങ്ങളും ഒരു സെമിത്തേരിയായിരുന്നു. എന്നാൽ ഇക്കാര്യം ആ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. അതിനുശേഷം തറയിൽ പതിയുന്ന മുഖങ്ങൾ കാണുവാൻ സന്ദർശിച്ച ആളുകൾ വിചാരിച്ചത് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്ന ആളുകളുടെ മുഖചിത്രമാണെന്നാണ്. 2004 മെരിയ ഗോമസ് മരണപ്പെട്ടത്. ഇന്നും ഈ വീട് കാണുവാൻ നിരവധി ആളുകൾ എത്തുന്നു. എന്നാൽ ശാസ്ത്രം തോറ്റ ഈ പ്രതിഭാസത്തിന് പിന്നിൽ എന്തായിരിക്കും? ഈ നിഗൂഢമായ മുഖങ്ങൾ ഇന്നും ചുരുളഴിയാത്ത ഒരു നിഗൂഢതയാണ്. മാർച്ച് 2, 2021 അയർലൻഡിലെ ലാഫ് ഇന്നൽ എന്ന സ്ഥലത്ത് ആയിരക്കണക്കിന് പക്ഷികൾ കൂട്ടം കൂടി ഒരു പ്രത്യേക രീതിയിൽ പറക്കുകയുണ്ടായി. ഈ ദൃശ്യത്തിന് സാക്ഷിയായ ജെയിംസ് ക്രോംബി പകർത്തിയ വീഡിയോയാണിത്. ഈ വീഡിയോ ഫ്രെയിം ബൈ ഫ്രെയിം ആക്കി നോക്കിയാൽ എല്ലാ പക്ഷികളും കൂട്ടം കൂടി ഒരു വലിയ പക്ഷിയുടെ രൂപമാവുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷികൾ നിർമ്മിച്ച രൂപവും യഥാർത്ഥ പക്ഷിയുടെ ചിത്രവും നമ്മൾ ഒത്തുനോക്കിയാൽ രണ്ടും ഒരേപോലെ നമുക്ക് തോന്നും. പക്ഷികൾക്ക് മനുഷ്യരെക്കാളും 2 ഇരട്ടി വേഗത്തിൽ ചിത്രങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. അതിനാൽ തന്നെയാണ് പക്ഷികൾ വളരെ വേഗത്തിൽ ഇരപിടിക്കുന്നത്. ഒരുപക്ഷെ എല്ലാ പക്ഷികളും കൂട്ടമായി ഒരു വലിയ പക്ഷിയായി വന്നത് മനുഷ്യർക്ക് എന്തെങ്കിലും സന്ദേശം നൽകുവാനായിരിക്കുമോ? അതോ പക്ഷികൾക്കിടയിൽ നടന്ന എന്തെങ്കിലും തരത്തിലുള്ള വിനിമയമായിരിക്കുമോ ഇത്? 1959 നടന്ന ഒരു നിഗൂഢമായ ദുരന്തമായിരുന്നു റഷ്യയിലെ ഡയാറ്റ്ലോവ് ചുരത്തിൽ നടന്നത്. 9 പരിചയസമ്പന്നരായ മലകയറ്റക്കാർ ഡയാറ്റ്ലോവ് ചുരം വഴി ഒറ്റോട്ടൺ മലനിരകളിലേക്ക് യാത്രയായി. എന്നാൽ പിന്നീട് അവർ ഒരിക്കലും തിരിച്ചെത്തിയില്ല. ദിവസങ്ങൾക്ക് ശേഷവും മലകയറ്റക്കാരുടെ ഒരു വിവരവുമില്ലാത്തതിനാൽ രക്ഷാപ്രവർത്തകർ അവരെ തേടിയിറങ്ങി. അങ്ങനെ രക്ഷാസേന അവർ താമസിച്ചിരുന്ന ടെന്റും മൃതദേഹങ്ങളും കണ്ടെത്തി. എന്നാൽ ടെന്റ് പരിശോധിച്ച രക്ഷാപ്രവർത്തകർ മൃതദേഹം കൈകാര്യം ചെയ്തത് ഞെട്ടലോടെയാണ്. കാരണം മൃതദേഹം കണ്ടെടുക്കുമ്പോൾ തന്നെ ഒട്ടേറെ ദുരൂഹതകൾ അവർക്ക് അനുഭവപ്പെട്ടു. 6 പേർ അതികഠിനമായ തണുപ്പിൽ ശരീരം സ്വയം തീ കത്തിക്കുകയാണെന്ന് തോന്നുന്ന ഹൈപ്പർതെർമിയ എന്ന അവസ്ഥയിലായിരുന്നു. അവർക്കാർക്കും ശരീരത്തിൽ അടിവസ്ത്രങ്ങളല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്ന 2 പേർ പോലും മറ്റുള്ളവരുടെ വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. 3 പേർ നെഞ്ചിലേറ്റ ശക്തമായ ആഘാതത്തെ തുടർന്നാണ് മരിച്ചത്. എന്നാൽ അതിലും ദുരൂഹതകൾ ബാക്കി. ഒരാളുടെ തലയോട്ടിയും മറ്റു 2 പേരുടെ വാരിയെല്ലുകളും ഇടിയിൽ തകർന്നിരിക്കുന്നു. 2 സ്ത്രീകളുടെ നാവും ചെവിയും ചുണ്ടും അറുത്തുമാറ്റപ്പെട്ടിരിക്കുന്നു. അവർ 3 പേരുടെയും ആന്തരികാവയവങ്ങൾ അതിശക്തമായ റേഡിയേഷൻ ഏൽക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന പ്യൂട്രിഫിക്കേഷൻ എന്ന അവസ്ഥ കാരണം ജ്യൂസായി പോയിരിക്കുന്നു. എന്നാൽ അവരുടെ ആരുടെയും മൃതദേഹത്തിൽ ഒരു ആക്രമണത്തിൻ്റെതായ പാടുകൾ ഒന്നും തന്നെയില്ല. അവരുടെ ടെന്റ് അകത്തുനിന്നും കുത്തിക്കീറിയ അവസ്ഥയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. അവർ 9 പേരുടേതല്ലാതെ മറ്റു മൃഗങ്ങളുടെയോ മനുഷ്യരുടെയോ കാൽപ്പാടുകളോ വാഹനത്തിന്റെ ടയർ പാടുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഹിമപ്രവാഹം ഉണ്ടായതിന്റെ യാതൊരു ലക്ഷണവുമില്ല. അവരുടെ ഡയറിയിലോ ക്യാമറയിലോ സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്തിയില്ല. ഒരു മിലിറ്ററി ഓപ്പറേഷനോ പാരാമിലിറ്ററി ഓപ്പറേഷനോ ന്യൂക്ലിയർ ടെസ്റ്റിംഗോ ആ കാലഘട്ടത്തിൽ അവിടെ നടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ 9 പേർ മരണപ്പെട്ടത് എന്ന് ഇന്നും അവ്യക്തം. ഇംഗ്ലണ്ടിലെ വിൽഷെയറിൽ പൗരാണിക കാലഘട്ടത്തിൽ പണികഴിക്കപ്പെട്ട ഒരു സ്മാരകമാണ് സ്റ്റോൺഹെഞ്ച്. സ്റ്റോൺഹെഞ്ച് എന്ന സ്മാരകം പ്രതീകാത്മകമായതും അതേസമയം വളരെയേറെ നിഗൂഢമായ ഒരു നിർമ്മിതിയാണ്. വൃത്താകാരത്തിൽ കാണപ്പെടുന്ന ഈ നിർമ്മിതി 25 ടൺ ഭാരം വരുന്ന കല്ലുകൾ കുത്തനെ ഉയർത്തിവെച്ച നിലയിലാണ് കാണപ്പെടുന്നത്. BC 2500 ഈ സ്മാരകം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഈ സ്റ്റോൺഹെഞ്ച് പണിഞ്ഞതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ഇന്നും ചുരുളഴിയാത്ത ഒരു നിഗൂഢതയാണ്.
എന്നാൽ സ്റ്റോൺഹെഞ്ചിന്റെ നിർമ്മാണത്തിന് പിന്നിൽ ശവകുടീരം, മതപരമായ ചടങ്ങുകൾ നടത്താനുള്ള ഇടം തുടങ്ങിയ നിരവധി തിയറികളുണ്ട്. ഈ സ്റ്റോൺഹെഞ്ച് പണിയുന്നതിനായി നിയോലിറ്റിക് കാലഘട്ടത്തിലെ ജനങ്ങൾ എങ്ങനെയായിരിക്കും 150 മൈൽ അകലെ നിന്നും കല്ലുകൾ എത്തിച്ചിട്ടുണ്ടാവുക എന്ന് ഗവേഷകർ ഇന്നും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നും സ്റ്റോൺഹെഞ്ച് പുരാവസ്തു ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും സഞ്ചാരികൾക്കും പിടികൊടുക്കാതെ രഹസ്യം ഒളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 1795 ഒരു രാത്രി കാനഡയിലെ നോവോസ്കോട്ടിയയിലെ ഒരു കടൽ തീരം. ഡാനിയൽ മാക്കിൻസ് എന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ ഫിഷിംഗ് ബോട്ടിൽ ഏകനായി ഇരിക്കുകയാണ്. ചുറ്റും ഇരുട്ടായതോടെ തിരിച്ചു വീട്ടിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഡാനിയൽ ആ കാഴ്ച കണ്ടത്. അങ്ങ് എതിർവശത്ത് കടലിൽ നിന്നും ഒരു വെളിച്ചം. ഇടയ്ക്ക് മിന്നുന്നുണ്ടോ എന്നൊരു സംശയം. അതെ, അത് അനങ്ങുന്നുണ്ട്. തൊട്ടടുത്തുള്ള ഒരു ദ്വീപിൽ നിന്നാണ് ആ വെളിച്ചം വരുന്നത്. ആരോ പന്തമോ റാന്തലോ മറ്റോ കത്തിച്ചു പിടിച്ചിട്ടുണ്ട്. ആ തുരത്തിൽ ആരും തന്നെ താമസിക്കുന്നില്ല എന്ന് ഡാനിയലിന് നന്നായി അറിയാം. പക്ഷേ ഇപ്പോഴങ്ങോട്ട് പോകുന്നത് ബുദ്ധിയല്ല. നേരം വെളുക്കട്ടെ എന്നുറച്ച് വീട്ടിലേക്ക് തിരിച്ചു. അറിയാനുള്ള ആകാംക്ഷ മൂലം അതിരാവിലെ തന്നെ ആ ചെറുപ്പക്കാരൻ ദ്വീപിലേക്ക് തിരിച്ചു. താൻ സ്ഥിരമായി ബോട്ടിൽ പോകുമ്പോൾ കാണാറുള്ള ഓക്കുമരത്തിന്റെ അടുക്കലിൽ നിന്നുമാണ് രാത്രി വെളിച്ചം വന്നതെന്ന് ഡാനിയലിന് അറിയാമായിരുന്നു. ദ്വീപിൽ എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്ന് തിരഞ്ഞ ഡാനിന് സാമാന്യ വലിപ്പമുള്ള ഒരു കുഴി കൂടി കണ്ടപ്പോൾ ഡാനിയലിന്റെ തലയ്ക്കുള്ളിലൂടെ മിന്നൽ പിണർ പാഞ്ഞു. മനുഷ്യൻ നിർമ്മിച്ചത് എന്ന് തോന്നുന്ന ഒരു ഗർത്തം. അമ്മ പറഞ്ഞുകൊടുത്ത കടൽ കൊള്ളക്കാരുടെ കഥകൾ അവന്റെ മനസ്സിലൂടെ പാഞ്ഞു. ഇവിടെ ആരോ കൊള്ള മുതൽ കുഴിച്ചിട്ടിട്ടുണ്ട്. അതറിയുന്ന ആരോ തലേ രാത്രി അതെടുക്കുവാൻ ശ്രമിച്ചതാണ്. ഇത് മനസ്സിലാക്കിയ അദ്ദേഹം വീട്ടിലേക്ക് പുറപ്പെട്ടു. അതിനുശേഷം സർവ്വസന്നാഹങ്ങളുമായി വീണ്ടും ദ്വീപിലേക്ക് പുറപ്പെട്ടു. നിധി തേടി അവൻ ആ ഗർത്തത്തിനടിയിൽ പരിശോധന തുടങ്ങി. പല തട്ടുകളായാണ് ആ കുഴി നിർമ്മിച്ചിരിക്കുന്നത്. അവസാനം ഒരു തട്ടിലെത്തിയപ്പോഴേക്കും ഗർത്തത്തിലേക്ക് ജലം അടിച്ചു കയറുവാൻ ആരംഭിച്ചു. ആരെങ്കിലും കുഴിയിലിറങ്ങി പരിശോധിച്ചാൽ ജലം കൊണ്ട് കുഴി നിറയുന്ന ഒരു സംവിധാനമുണ്ടായിരുന്നു. പിന്നീട് പലരും നിധി തേടി ദ്വീപിലേക്കെത്തി. ഒരിക്കൽ അതിനകത്തു നിന്നും ഒരു കരിങ്കൽ ഫലകം ലഭിക്കുകയുണ്ടായി. അകത്തെവിടെയോ നിധിയുണ്ടെന്ന സൂചനകളാണ് ആ ഫലകത്തിൽ നിന്നും ലഭിച്ചത്. പലരും പലവട്ടം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും നിധി മാത്രം ആർക്കും ലഭിച്ചില്ല. ഇതുവരെ 60-ൽ പരം പുസ്തകങ്ങൾ ഓക്ക് ഐലൻഡിലെ നിധിയെപ്പറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്നും ഓക്ക് ഐലൻഡിൽ നിധിവേട്ട തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആർക്കും ഒരു പിടിയും കൊടുക്കാതെ ഓക്ക് ഐലൻഡിലെ രഹസ്യങ്ങളും നിഗൂഢതകളും നിധിവേട്ടക്കാരെ കാത്തിരിക്കുന്നു. ഓക്ക് ഐലൻഡിലെ നിഗൂഢതയെയും ശാപത്തെയും കുറിച്ച് ഒരു രസകരമായ വിശദമായ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കാണുവാൻ ശ്രമിക്കുക. വീഡിയോ പിൻ ചെയ്തു വയ്ക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്.